ഒന്നര നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് അമേരിക്കയ്ക്ക് റഷ്യ വിറ്റ അലാസ്കയിലെ അങ്കറഞ്ചിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടന്ന ഉച്ചകോടിയിലേക്ക് ലോകം മുഴുവൻ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രസ്തുത ഉച്ചകോടി അവസാനിക്കുമ്പോൾ 3.5 വർഷമായി തുടരുന്ന റഷ്യൻ-യുക്രൈൻ യുദ്ധത്തിന് സമാധാനപരമായ അന്ത്യമുണ്ടാകുമെന്നും റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു സമാധാന കരാർ പ്രാബല്യത്തിൽ വരുമെന്നുമൊക്കെ കരുതിയെങ്കിലും കരാറോ ധാരണയോ ഒന്നുമുണ്ടാകാതെ അലാസ്കയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഉച്ചകോടി അവസാനിക്കുകയാണ് ഉണ്ടായത്. അങ്കറഞ്ചിൽ കാത്തുനിന്ന ട്രംപ് പുടിനെ സ്വീകരിച്ചാനയിക്കുമ്പോൾ പൊടുന്നനവേ അമേരിക്കയുടെ 5 യുദ്ധവിമാനങ്ങൾ ആകാശത്ത് ഇരമ്പിപ്പാഞ്ഞെത്തിയത് വലിയ ആശങ്കയുണ്ടാക്കിയെന്നും അപ്രതീക്ഷിതമായെത്തിയ യുദ്ധവിമാനങ്ങൾ പുടിനെ പരിഭ്രാന്തനാക്കി എന്നുമൊക്കെയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ട്രംപ് രംഗത്തിറക്കിയ അത്രയും തന്നെ സുരക്ഷാഭടന്മാരും സന്നാഹങ്ങളുമായി അലാസ്കയിലെത്തിയ പുടിൻ പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെക്കുറിച്ച് പരത്തിയ ബോഡി ഡബിൾ റൂമർ അടക്കമുള്ള ആരോപണങ്ങൾക്കെല്ലാം പരസ്യമായി മറുപടി നൽകിക്കൊണ്ടായിരുന്നു അലാസ്കയിലൂടെ തലയുയർത്തി നടന്നു നീങ്ങുകയും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെ നോക്കി കൈയടിക്കുകയും ചെയ്തതെന്നാണ് വസ്തുനിഷ്ഠമായ വിശകലനത്തിൽ വ്യക്തമാകുന്നത്. മാത്രമല്ല 3 മണിക്കൂറോളം നീണ്ട ചർച്ചയിലും അതിനുശേഷം നടന്ന മാധ്യമ സമ്മേളനത്തിലും മേൽക്കൈ നേടിയത് പുടിനായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. തനിക്ക് സ്വാധീനമുണ്ടാക്കേണ്ട ഉച്ചകോടികളിൽ രാഷ്ട്രത്തലവന്മാരുമായി ചർച്ചകൾ നടത്തുമ്പോഴൊക്കെ മാധ്യമങ്ങളോട് കണക്കറ്റ് വാചാലനാകുന്ന ട്രംപ് പക്ഷേ ഇന്നലെ മൗനത്തിലേക്ക് പിൻവാങ്ങുകയായിരുന്നു. ചർച്ചയിൽ ധാരണയായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പുടിനോ ട്രംപോ വ്യക്തമാക്കിയില്ലെങ്കിലും ട്രംപിന്റെ ശരീരഭാഷയിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായ റഷ്യൻ വിരുദ്ധ പാശ്ചാത്യ മാധ്യമങ്ങൾ യുക്രൈനിലെ നിരപരാധികളെ കൊല്ലുന്നതിനെക്കുറിച്ച് ചോദിച്ച് പുടിനെ അലോസരപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആറ്റിക്കുറുക്കിയെടുത്ത മറുപടികൾ മാത്രം പറഞ്ഞ് അർത്ഥഗർഭമായ ഗൗരവത്തിലായിരുന്നു പുടിൻ നിലകൊണ്ടത്. എന്നാൽ യുക്രൈൻ തങ്ങളുടെ സഹോദര രാജ്യമാണെന്നും എന്നാൽ ചില കാര്യങ്ങളിൽ പരിഹാരം വരുത്താനുള്ളതിന്റെ ആശങ്ക റഷ്യയ്ക്കുണ്ടെന്നും അത് പരിഹരിക്കാനുള്ള ചർച്ചകൾ തുടരുമെന്നുമുള്ള നിർണായകമായ വിവരങ്ങളും പുടിൻ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതും ശ്രദ്ധേയമായി. എന്നാൽ ഇപ്പോൾ നടന്ന സമാധാന ചർച്ച വിജയമാണെന്നും ഇനിയും ചർച്ചകൾ തുടരണമെന്നും പറഞ്ഞ ട്രംപിനോട് അതിനായി മോസ്കോയിലേക്ക് സ്വാഗതം ചെയ്താണ് പുടിൻ മടങ്ങിയത്. എന്നാൽ ഏറെ താമസിയാതെ ഒരു പാശ്ചാത്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അലാസ്ക ഉച്ചകോടിയിൽ ഉരുത്തിരിഞ്ഞത് 10ഓളം ശ്രദ്ധേയമായ കാര്യങ്ങളാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് രംഗത്ത് വന്നു. ചർച്ചയിൽ തങ്ങൾ വളരെ പുരോഗതി കൈവരിച്ചെന്നും 10ൽ 10 റേറ്റിംഗും ചർച്ചയ്ക്ക് നൽകാമെന്നും ഒരു കരാർ ഉണ്ടാകുന്നതുവരെ മറ്റൊരു കരാറില്ലെന്നും എന്നാൽ വെടിനിർത്തലിന് പുടിൻ സമ്മതിച്ചില്ലെങ്കിൽ താൻ സന്തോഷിക്കില്ലെന്നും പുടിൻ സമാധാനത്തിന് ഒരു തുറന്ന മനസ്സുള്ളവനാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇനി പുടിനുമായുള്ള ചർച്ച പൂർത്തിയാക്കേണ്ടത് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയാണെന്നും അതിനായി യൂറോപ്പ് ഇടപെടേണ്ടിവരുമെന്നും ട്രംപ് പറഞ്ഞു. അത്തരമൊരു ത്രികക്ഷി യോഗത്തിന് താൻ തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കയോടുണ്ടായിരുന്ന മനോഭാവമല്ല ഇപ്പോൾ പുടിനുള്ളതെന്നും അദ്ദേഹം ഇപ്പോൾ അമേരിക്കയെ ബഹുമാനിക്കുന്നുണ്ടെന്നും താൻ അധികാരത്തിലിരുന്നെങ്കിൽ റഷ്യ-യുക്രൈൻ യുദ്ധം ഒരിക്കലും സംഭവിക്കില്ലായിരുന്നുവെന്ന തന്റെ വിശ്വാസം പുടിൻ സംയുക്ത പത്രസമ്മേളനത്തിൽ പങ്കുവച്ചതിൽ താൻ വളരെ സന്തോഷവാനാണെന്നും ഇനിയൊരു കരാറിലെത്താൻ സെലൻസ്കിക്ക് നിർദ്ദേശം നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കി. 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതിനാൽ മികച്ച ജനാധിപത്യം കൈവരിക്കാൻ കഴിയില്ലെന്നും പുടിൻ പറഞ്ഞതായും ട്രംപ് അറിയിച്ചു. മുമ്പ് യുക്രൈനെ സൈഡാക്കിക്കൊണ്ട് റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും റഷ്യയും തമ്മിൽ തികച്ചും ഏകപക്ഷീയമായ ഒരു ചർച്ച സൗദി അറേബ്യയിൽ വെച്ച് ട്രംപ് നടത്തുകയും റഷ്യയ്ക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരത്തക്ക നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കുകയും ചെയ്തിരുന്നു. അതിന്റെ പിൻബലത്തിൽ സെലൻസ്കിയെ ഓവൽ ഓഫീസിൽ വിളിച്ചുവരുത്തി വിചാരണ ചെയ്യുകയും യുദ്ധത്തിന് അമേരിക്ക മുടക്കിയ പണത്തിന് തത്തുല്യമായ യുക്രൈനിലെ പ്രകൃതി വിഭവങ്ങൾ കൈയാളാനുള്ള കുത്തകാവകാശം തീരെഴുതി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടും ട്രംപിന് മുമ്പിൽ വഴങ്ങുകയല്ലാതെ യുക്രൈന് വേറെ വഴിയൊന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ യുദ്ധവുമായി മുമ്പോട്ടു പോകുന്ന നയങ്ങളായിരുന്നു പുടിൻ കൈക്കൊണ്ടത്. അത് എല്ലാ അർത്ഥത്തിലും ട്രംപിനുണ്ടാക്കിയത് കനത്ത തിരിച്ചടി തന്നെയായിരുന്നു. ഇന്ത്യക്കെതിരെ അധിക നികുതി ചുമത്തിയത് കൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാൽ 25% അധിക നികുതിയുടെ പിഴ കൂടി ട്രംപ് വിധിക്കുകയും ഇന്ത്യ റഷ്യയുമായി കൂടുതൽ അടുക്കുകയും ചെയ്ത ഘട്ടത്തിൽ അലാസ്ക ഉച്ചകോടിയെ ഇന്ത്യയും ഗൗരവമായി നോക്കിയിരുന്നു. എന്നാൽ തങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചുനിന്ന റഷ്യയെ വെടിനിർത്തലിലേക്ക് എത്തിക്കുവാൻ ഇനി ഒറ്റ വഴിയേ ട്രംപിന്റെ മുമ്പിലുള്ളൂ: നാറ്റോയിലേക്കുള്ള യുക്രൈനിന്റെ ആഗ്രഹം അവസാനിപ്പിച്ച് റഷ്യയുമായി സൗഹൃദത്തിലെത്തുക. മറ്റൊരു വഴിയും ട്രംപിന്റെ മുമ്പിലില്ല.